അമ്മേനെ ചവിട്ടി കൊല്ലായിരിക്കട്ടെ, എനിക്കത് മാത്രമേ ബാക്കിയുള്ളൂ. ഞങ്ങളൊക്കെ തങ്ങളുടെ പടി നോക്കി പോവേ. സിനിമയിൽ വേണമെങ്കിൽ ഞാൻ ജീവിച്ചു കാണിക്കാം. ഒരാൾ കുത്താൻ പറഞ്ഞാൽ നമുക്ക് കുത്തും. വീത്തുള്ളി എന്തോ കാണണ്ടേണ്ട്. ഇതേ ഇപ്പൊ കയ്യൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അടക്കിട്ടാ. തുറന്നറിയത്. ഇന്നിപ്പോ രണ്ടാൾക്കാരെ ഇന്ന് തിരിച്ചാണല്ലോ ഇരുത്തിയേ. ഇതേ നമുക്ക് ഇന്ന് പറയാത്ത അതിഥികളുണ്ട് കേട്ടാ. യസ്മേ വന്ന് നോക്ക്. ആരാ അവിടെ? യസ്മേ, യസ്മേ. ഞാൻ വെറുതെ ഇങ്ങനെ ആക്കി ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുന്നു വിചാരിച്ചേ. ലാളി ലാളിലം 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 ലാളി ലാളിലം. എല്ലാവർക്കും ഞങ്ങൾക്ക് നിന്റെ കഴിഞ്ഞില്ലേ, പോയിട്ട് ഉറങ്ങിക്കോ. ഇനി ഞങ്ങൾക്ക് കഴിക്കണ. ഗുഡ് മോർണിംഗ്. ഇത് 9 മണിയായി. ഗുഡ് സ്ലീപ്പ്. നന്നായിട്ട് ഉറങ്ങാൻ പറ്റി. രാത്രിയിലെ ഒരു 12 മണിക്ക് എഴുന്നേറ്റു, പാല് കുടിച്ചു, സാധനം അങ്ങനെ ഇല്ലാത്ത. അത് കഴിഞ്ഞിട്ട് 6 മണിക്ക് പിന്നെ അവളുടെ ഒരു കോട്ട ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് പോയി 9 മണി സ്റ്റിൽ സ്ലീപ്പി. ഗുഡ്. അവിടെ ഞങ്ങൾ കട്ടിലമ്മ ഉണ്ടായാൽ മതി. എന്താ പറഞ്ഞിട്ട് അവിടെ കിടക്കണ പോലെ അഭിനയിക്കാൻ പറഞ്ഞ പോലെയാണല്ലോ എനിക്കത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നോക്കി. എണീക്ക ഓണായി. കൈ ആയ് നെടുലാൻ പൊന്തി. ഡമ്മിയോടെ ഡമ്മയോടെ വെച്ചേ. യസ്മേ ഇത് എവിടെ കയറിക്കണ്? അമ്മയുടെ പള്ളയിലാ? ഇവിടുന്നെന്തോ ഓടാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. അമ്മേനെ ചവിട്ടി കൊല്ലായിരിക്കട്ടെ, എനിക്കത് മാത്രമേ ബാക്കിയുള്ളൂ. ഞങ്ങളൊക്കെ തങ്ങളുടെ പടി നോക്കി പോവേ. കോക്കേ ഏറാ ഔ വിളിക്കണ്ട്. ഏറാ നിന്റെ ഒരു കളി നിന്റെ തുടങ്ങി തൂപ്പല്. ആ കളി വേണ്ട, അപ്പൊ തുടങ്ങും അടുത്ത ആള്. വേണ്ട വേണ്ട വേണ്ട, എനിക്കറിയാം, നിനക്കറിയാം, അറിയാം 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 അറിയാം. വേറെ വല്ല കളി കളിച്ചോ. ഗോ ഗോ. നമുക്ക് ഗോ മതിട്ടാ, നമുക്ക് തുപ്പല് വേണ്ട. നോക്ക്. എന്റെ മെല്ലെ പെല്ലയ്യാ പോണ തലയിൽ കൊട്ട വെച്ചിട്ട് പോവാ ഇർമ. അടിച്ചിട്ടുണ്ടല്ലേ ഞാൻ. അയ്യോ ഓർക്കുമ്പോ കഴിഞ്ഞിട്ടല്ലേ കുട്ടികളുടെ. അയ്യ അമ്മയെ തിരിഞ്ഞിട്ടാ പോണേ. നോ 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 ഗോ ഗോ ഇർമ. ഗോ ഗോ. നോ നോ നോയൊന്നും കുഴപ്പമില്ല. നോ കുഴപ്പമില്ല, ഗോ കുഴപ്പമില്ല, ക്ലോ കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല. ഇത് ബാധ ഒഴിപ്പിക്കാണ്ടേ കുട്ടി കിടന്നിട്ട് ഇതാവുണ്ടല്ലോ. പുതിയ പരിപാടിയാ, കാലെടുത്ത് വൈകിട്ടിക്കില്ല. ഉണ്ണിയാണേ, ഉണ്ണി ബാബ. ഡോക്ടർ ചെക്ക് ചെയ്യല്ല. ഡോക്ടർ ചെക്ക് ചെയ്യുന്നുണ്ട്. അമ്മയ്ക്ക് ശ്വാസം കിട്ടുന്നുണ്ടോ, അമ്മയ്ക്ക് ജീവൻ ബാക്കിയുണ്ടോ. ആ ചേച്ചി മൂത്തേച്ചി ബാക്കിയുണ്ടാ? വല്യങ്ങളാ? വല്യങ്ങള ഓപ്പോള്. നീ ഒരു പാട്ട് കേട്ടോ രാവിലെ? കേട്ടാ. സി അനിരുദ്ധ് വരെ നമ്മളെ വെച്ച് പാട്ടുണ്ടാക്കി കണ്ട. സി അന്ത പവർ കിട്ടും. ബുംബാങ് പവർ എപ്പടി ഇരിക്കീங்க പാൻ ഇന്ത്യ പീസ്. ഇത് ഇനിയൊരു സിനിമയും കൂടെ അഭിനയിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ കണ്ടോ, കേരളക്കരയല്ല ഇന്ത്യക്കര കത്തും. ബൂമാങ്ങിന്റെ അല്ലേ? ഇന്ത്യക്കാരേ പോരെ. അഭിനയിക്കാറിയില്ല, അതാണ് കുഴപ്പം. അതായത് നമ്മള് കാരണം നമ്മളെ ഫുള്ള് റിയലാണ്. സിനിമയിൽ വേണമെങ്കിൽ ഞാൻ ജീവിച്ചു കാണിക്കാം. അപ്പൊ ഒരാൾ കുത്താൻ പറഞ്ഞാൽ നമ്മൾ കുത്തും. ഹൗസിനും കെട്ടിപ്പിടുത്തും ഉമ്മയൊക്കെ കുറെ ഉള്ളത് വേണം. എനിക്ക് റൊമാൻസ് ഞാൻ അഭിനയിക്കും. ഞാൻ ആവശ്യത്തിന് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വെച്ചിട്ട് വന്നാൽ ഇതുപോലത്തെ ഒരു ബാൽ
ഇതൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇവിടെ കെട്ടി വെച്ചിരിക്കുന്നത്. ഇവളാണ് കുടുംബം പോറ്റി. നമ്മുടെ കുടുംബം കലക്കണ പോറ്റിയാണ് ഇവള്. പേടിയുണ്ടപ്പം. അല്ല എന്റെ മോഹങ്ങൾ ഭരിച്ചു. ഒരു സെക്കൻഡ്, ഈ മാഗ്നറ്റ് ഇതേ പിടിക്കുമെന്ന് അത് കോപ്പറല്ലേ മണ്ടപ്പിയെ മനസ്സിലായില്ല എന്നാന്ന്. വീത്തുള്ളി എന്തോ കാണണ്ടേണ്ട്. ദേ ഇപ്പൊ കയ്യേൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അടക്കിട്ടാ. ആ തുറന്നറിയത്. ആ നോട്ടെ. ഓ ആ ശരി, അടിയിലേക്ക് പോയില്ലോ. ഇവിടെ ഒരു കാലി ഒരെണ്ണം നടക്കുന്നുണ്ട്. ഇതാ ഇതാ ഇതാണ് അമ്പ്, അസ്ത്രം. ആ കിട്ടി. വീത്തുള്ളിയും കിട്ടി, ഊത്തുള്ളിയും കിട്ടി. ആ ഇന്നിപ്പോൾ രണ്ടാൾക്കാരെ ഇന്ന് തിരിച്ചാണല്ലോ ഇരുത്തിയ. മറ്റേ 3 Idiots അമിതാഭ് ബച്ചൻ ഒരു കസാരയുടെ മുകളിൽ തിരിഞ്ഞ് അമ്മ ഓക്കെ. ദാം തരികട ദീം തരികട ദീം തരികട തിത്തവും മുത്തം തരികട തിത്തവും താം തരികട തിത്തവും കാം ബിക്ക ബിക്കൺ ലക്കം ബുക്ക ദി How was the breakfast? Anyway, good lighting for the camera there. Ende okokre. Amma, what do you want to have for breakfast? മുട്ട പുഴുങ്ങിയതാണോ വേണ്ടേ? എന്നിട്ട് ചീസ് മുകളിൽ ഇടണോ? വേണ്ടേ? അത് ഫ്ലേവർ ഇടാം, ഞാൻ ഇട്ടുതരാം. വേണോ? എനിക്കില്ല ഫ്ലേവർ. എന്തിനാ ഇപ്പഴാ വീട്ടിൽ നിൽക്കാനാണോ? നീ കാര്യം ചെയ്തിട്ട് വീട്ടിലിരിക്കുന്ന. ഇല്ലില്ല, വീട്ടിൽ ഇടാൻ അത് വേണ്ടതെങ്ങോ. അന്ന് ഞാൻ മേടിച്ചപ്പോ വേണ്ടെന്ന് പറഞ്ഞേ, ഇപ്പൊ അത് തന്നെയാണോ? ഓ നോക്ക്. ആ ഡേ കേരള ഒരു സ്പൂൺ എടുത്ത് കഴിക്കണോ കൊടക്കറ കുട്ടിക്ക്? അപ്പൊ ഞാൻ ജാസ്മിനോട് ചോദിച്ചു, ഇവര് ഗുഡ് ഗേള് അതേ തുപ്പു. അപ്പൊ ഇനിയിപ്പോ പരീക്ഷണ ലാബ്, കെമിസ്ട്രി ലാബ് തുടങ്ങി. ഐൻസ്റ്റീൻ അവളെ നോക്കണ്ട കേട്ടോ. അവളിതിപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ചിന് മാട്ടും. ആ ഗുഡ് ഗേളേസ്മേ, ഗുഡ് ഗേളേസ്മേ. കുഞ്ഞൊരു ഉമ്പക്ക സ്വഭാവം ഉണ്ട്. എച്ചം മൂന്ന് ചെക്കല്ലമ്മ ആക്കടാ. ആ ചീത്ത വിളിക്ക്. ആ ഇത് എന്നെ ചീത്ത വിളിച്ചേട്ടാ, എന്നെയല്ല. വാഴ എന്താ വാഴ കൊടുക്കാതെ തലൊക്കെ വെട്ടിച്ചിട്ടിരിക്കുന്നേ. ഞാൻ കുറച്ച് പ്ലാസ്റ്റിക്കിന് ഉമ്മോക്കിട്ടെ, എന്നാലെങ്കിലും ചോറ് കിട്ടുമോ? ഗുഡ് ഗേൾ. ഇന്ന് 2 മുട്ടയുണ്ട് കേട്ടോ. ഇന്ന് 2 eggs ആണുള്ളത്. അപ്പോൾ 1 each ഉണ്ട് ഇന്ന്. ഓക്കെ അമ്മ, ഐ കുക്ക് എ ബോയിൽഡ് എഗ് ഫോർ യു. സർ ഓൾ റൈറ്റ്? ഓക്കെ ഹണി. നല്ല പൊട്ടയാൻ പറയണ, നല്ല അലമ്പായിട്ടുണ്ട്. ആ ഓക്കെ താങ്ക് യു. ഓക്കെ മാം. ആ മാഡം, മുട്ട പുഴുങ്ങിയത് ഞാനിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. 3 ബിഗ് മുട്ടാസ് ഉണ്ട്. 80 grams മുട്ട കഴിച്ചു. 324 240 gram മുട്ട പുഴുങ്ങിയത്. പുള്ളിക്ക് ഉറങ്ങാനുള്ള സമയമായി ഇല്ലല്ലോ? അതിനിപ്പോൾ എൻ്റെ ഉള്ളല്ലോ. വെള്ളം 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 വെള്ളം. ആ കല്യാണിക്ക് കാശ് കൊടുക്കാൻ പോകട്ടാ. ദേ നമുക്ക് ഇന്ന് പറയാത്ത അതിഥികളുണ്ട് കേട്ടാ. മറ്റേ പറഞ്ഞ ഇവര് 3 ദിവസമായി ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മളെന്നെ കാണാൻ വേണ്ടിട്ട് കള്ള് പഠിക്കാൻ വന്നാന്നാ പറഞ്ഞേ അല്ലേ? അങ്ങനെ ഓൾ ദ വേ ഫ്രം ഒല്ലൂർ, തൃശ്ശൂർ. ഇവര് കോട്ടയം. ഇവരുടെ ചേച്ചി ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ താമസിക്കണേ. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ അടുത്താണെന്നുള്ളത് അല്ലേ? ഇവിടെ ന്യൂസിലൻഡ് വന്നപ്പോ എന്തായാലും എന്തായാലും കാണണം എന്നൊരു നിർബന്ധമായിരുന്നു. അപ്പൊ എന്തായാലും ഞാനിപ്പോ ഇവരെ കൂട്ടത്തിൽ പോയിട്ട് ഇവരെ കൊണ്ട് ഷോപ്പിംഗ് ചെയ്യിപ്പിച്ചു, മീറ്റൊക്കെ മേടിപ്പിച്ചു, ഇതൊക്കെ കൂടെ കൊണ്ടുവന്ന് വെച്ചു. ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും ഇവിടെ ആരാണെങ്കിലും പണിയെടുപ്പിക്കണം. അല്ല മേടിപ്പിച്ചു പറഞ്ഞാൽ മേടിക്കുന്ന സഹായിച്ചു. ഞാനാ കാശ് കൊടുത്ത. ഞാൻ വിചാരിച്ചു ഇവര് കൊടുക്കുന്നു. ഞാൻ കുറച്ചു നേരം കാർഡ് കാണാനില്ലല്ലോ എന്നൊക്കെ അഭിനയിച്ച് കാണിച്ച്. നീയൊക്കെ എന്നിട്ട് കാരണടാ. ഓക്കെ ഞാൻ ഇന്ന് അവർക്ക് അപ്പോൾ ഒരു സ്റ്റേക്ക് കുക്ക് ചെയ്യാന്ന് വിചാരിച്ചു. ഇവിടെ ഒന്നുമില്ല. മീൻ ആക്ച്വലി ഞാൻ ഒരു റോ ഫിഷ് കിട്ടിയില്ല, നല്ല ഇല്ല. സോ വി ഡു സ്റ്റേക്കേ. ഇവർ നമ്മുടെ റമ്മ് കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇവർ മേടിച്ചിട്ട് കൊണ്ടുപോകണുള്ളൂ എന്നാണ് പറഞ്ഞത്. സോ
എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്യ്. ഞാൻ റമ്മിൻ്റെ കറക്റ്റ് ഗ്ലാസ് ഇവിടെ ഇല്ല, ടേസ്റ്റിംഗ് ഗ്ലാസ്. It's alright. It's good. ഇവർ റം ലവേഴ്സ് ആണ്. സോ ലെറ്റ് us see. Cheers. Give it a try. Oh, what about you? ഞാൻ പിന്നെ കഴിക്കാം. കഴിച്ചു. Alright. Cheers, baby. Cheers. And cheers to Boom Bang. Cheers. And cheers to the rum. ഒരു ഹാഫ് സിപ്പ് ഫസ്റ്റ് ഒന്നിങ്ങനെ റോൾ ചെയ്യുക. ദെൻ യു സ്മെല്ല്. എന്നിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കൊണ്ടോ അല്ലെങ്കിൽ വായ കൊണ്ടോ ഒന്ന് ഊതുക. അപ്പോൾ ഈ ഗ്ലാസ് ശരിയല്ല, എന്നാലും ഇവിടെ തട്ടിയിട്ട് നമുക്ക് ആ സ്മെല്ല് യു ക്യാൻ ഫീൽ ഇറ്റ്, അരോമ. ദെൻ യു ഗെറ്റ് ദ ഫസ്റ്റ് സിപ്പ്. ഫസ്റ്റ് സിപ്പ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലായിടത്തേക്ക് ഇതാവും. സെക്കൻഡ് സിപ്പിലാണ് നമുക്ക് കുറച്ചെങ്കിലും ഫ്ലേവർ കിട്ടുള്ളൂ. സോ ട്രൈ അഗെയിൻ. ദെൻ യു നോ. Oh, it smells good though. It smells nice. ഫസ്റ്റ് സിപ്പിൽ എന്താ തോന്നി നമ്മൾ കഴിച്ചാ? ഹൗ ആർ യു ഫീലിംഗ്? സ്ട്രോങ് ആയിട്ടാ തോന്നിയേ? ഓ യാ. നിങ്ങൾ നീറ്റ് കഴിക്കാറില്ലേ? No, I think it's really smooth. I feel it's really smooth. അതെന്ന് വെച്ചാൽ ഈ ക്രാക്കൻ പ്രൊഫൈലിലുള്ള ആളുകൾക്ക്, ചില ആളുകൾക്ക് പിന്നെന്തറിയോ, ഇപ്പൊ ആപ്പിൾട്ടണിൻ്റെ വെച്ചിട്ട് നോക്കുകയാണെങ്കിലും ഈ പറഞ്ഞ പോലെ നമുക്ക് സ്മൂത്ത് ആയിരിക്കും. ഇതിന് കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ള അതാണ് ആ നോട്ട്സ്. ഈ ഫീൽഡിൽ ലെമണൊക്കെ രണ്ട് സംഭവം പറയാം. ഒന്ന് ലെമൺ, മൊസംബി, ബനാന, കാരമൽ, വാനില, ലിറ്റിൽ ബിറ്റ് ഓഫ് നട്ട്മേഗ്. Definitely smoother than most of the rums. എനിക്ക് തോന്നിയിരിക്കുന്നത്. എനിക്ക് മൊത്തത്തിൽ എല്ലാവരും അഭിപ്രായം പറഞ്ഞത് സ്മൂത്ത് ആണ്. ഇത് ഇങ്ങനെ അല്ലല്ല, അത് പതുക്കെ നൗ ട്രൈ. അതായത് ഇനി ഉണ്ടല്ലോ, ഇനി ഈ നമ്മുടെ ഓർഡിനറി റംസ് മാറ്റിയിട്ട് നിങ്ങൾ ഇടയ്ക്ക് ഒരു കുറച്ച് പ്രീമിയം ഇതിലേക്ക് എൻ്റർ ചെയ്ത് നോക്കും. ഇപ്പൊ എക്സാമ്പിളിന് നമ്മുടെ മൗണ്ട് ഗേയുടെ എക്സോ, ആപ്പിൾട്ടണിന്റെ 12 ഇയർ പ്ലസ് 21 ആ കാറ്റഗറി ഒക്കെ ഇല്ലേ, അങ്ങനത്തെ. എന്നിട്ട് ഗൂഗിൾ ഇത് നോക്കണം എപ്പോഴും, ഞാൻ കുടിക്കുന്ന റമ്മിനകത്ത് ഷുഗർ ഉണ്ടോന്ന്. ഷുഗർ ആഡഡ് റമ്മ് പൊട്ടയാന്നല്ല, അതിൽ നമുക്ക് ഈ പറഞ്ഞതൊന്നും നമുക്ക് അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ദേ ആഡഡ് ഷുഗർ ഇൻ ടു ഇറ്റ് ടു മേക്ക് ഇറ്റ് കർവ് ചെയ്യാനായിട്ട്. ആക്ച്വലി ഫീൽസ് ലൈക്ക് എ പ്രീമിയം. ആ ഒരു ഫീൽ ഉണ്ട്. കാരണം നമ്മള് മറ്റേ സാധാ ഇങ്ങനത്തെ പറഞ്ഞ പോലെ ക്രാക്കറാണെങ്കിലും മറ്റേ ഇത് ബ്രാൻഡിങ്ങളാണെങ്കിലും നമ്മൾ കുടിക്കുമ്പോൾ ആ ഒരു ഇങ്ങനെ കുടിക്കാൻ പറ്റില്ല. യു കാൻ എൻജോയ് ഇങ്ങനത്തെ ഒരു സിപ്പ്. കോക്കോളയൊക്കെ ഒഴിച്ചിട്ട് അടിക്കാൻ പറ്റും. അത് റമ്മൊക്കെ മറ്റേ കോക്കൊക്കെ ഒഴിക്കുമ്പോഴാണ് എൻജോയ്. പക്ഷെ ഇങ്ങനെ നീറ്റായിട്ട് കുടിക്കാൻ യു കാൻ എൻജോയ് ദോസ് ടൈപ്പ് ഓഫ് റംസ്. ഇത് ശരിക്കും നീറ്റായിട്ട് കുടിക്കാൻ. ഇനി എന്ത് റമ്മ് കഴിക്കുന്നത് വെച്ചെങ്കിൽ ഉടനടി ഗൂഗിൾ ചെയ്ത് നോക്കുക അതിന്റെ ഹിസ്റ്ററി കുറച്ച്. അതിൽ ആഡഡ് ഷുഗർ ആണോ, എന്താണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത്. എന്നിട്ട് ആ അങ്ങനത്തെ അല്ലാത്ത കാറ്റഗറി പിക്ക് ചെയ്യുക, അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. then you will know. Yeah, try Martinodi. All right. Thank you. All right. Cheers. Cheers to Boom Bang. ഞാൻ ഉണ്ടാക്കുന്ന ഈ കോക്ടെയിൽ പുറമേ നിന്ന് കഴിക്കുന്ന ആദ്യത്തെ ആൾക്കാരാണ് നിങ്ങൾ. അത് സ്ട്രേറ്റ് ഫ്രം ദ ഓണർ ട്ടാ. Straight from the owner. That's a privilege. Privilege. The owner's privilege. It is. Oh yeah. Refreshing. അല്ലേ? ഇനി നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് മധുരം കൂട്ടാം, ലെമൺ കൂട്ടാം. ഇറ്റ്സ് ലൈക്ക് എ സോൾ. ഇത് ശരിക്കും ആൽക്കഹോളിന്റെ ഒരു ഫീലിംഗും ഇല്ല. അപ്പൊ കൂടുതലടിക്കും. വെരി വെരി ഹാനികരം. ഇഫ് യു വാണ്ട് പ്രിഫറബിളി ഷുഗർ തരി കൂടെ വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു തരി കൂടെ ഷുഗർ ആവാന്നാണ് എനിക്ക് തോന്നിയത്. സോൾട്ട്നെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്ര മതിയാ? ഷുഗർ അത് മതിയാ? നിങ്ങൾക്ക് ഷുഗർ ആണോ കുറച്ചുകൂടെ? സിറപ്പാണല്ലേ ഇത്? സിറപ്പാ. അത് മിക്സ് ചെയ്തോ? മോണിയെ കുട്ടിയോ നിങ്ങക്ക് വേണ്ടേ? വന്നു കിട്ടാ കണ്ടാ. ഇതിനെ ഇവിടെ വന്ന് ഞാൻ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചല്ലോ. ഷുഗർ കൂടി ഇട്ടതിന് ഇപ്പൊ എന്നെ ചീത്ത പറയുന്നത്. എസ്മേ വന്ന് നോക്ക്. ആരാ അവിടെ? എസ്മേ എസ്മേ കണ്ടു പരിചയമില്ലല്ലോ. ആരത്? അങ്ങോട്ട് വരും അങ്ങോട്ട് വരും. ഞാൻ ആദ്യമായിട്ട്
ഇവർക്ക് നമ്മൾ സ്റ്റേക്ക് കഴിച്ചു നോക്കണം എന്ന് പറഞ്ഞു. സോ വി ഡു ദ സ്റ്റേക്ക് ഫോർ ദം. നല്ല അടിപൊളി നല്ല പീസ് എനിക്ക് കിട്ടിയാണ്. ഫ്രൈഡേ ഏർലി മോർണിംഗ്. ബ്യൂട്ടിഫുൾ. നല്ല തിക്ക് സ്റ്റേക്ക് ആട്ടാ. ഫ്രൈഡേ ചേട്ടൻ വിളിച്ചപ്പോൾ ആരാണെന്ന് പറഞ്ഞിരുന്ന ആരാ കൂട്ടുണ്ടായിരുന്നു പറഞ്ഞത്? ഫ്രൈഡേ ആരായിരുന്നു പറഞ്ഞത്? ഫ്രൈഡേ നമ്മൾ അരുമാമയ്ക്ക് ആയിട്ട് ഭക്ഷണം കഴിക്കാൻ പോയി. ഞങ്ങൾ ഫ്രൈഡേ മിക്കവാറും ഇങ്ങനെ വെള്ളടി പരിപാടിയൊക്കെ ആയിട്ടേ പുറത്ത് പോയായിരുന്നു. ഇവിടെ അടുത്ത് തന്നെ ആ ഇതില് എന്താ പേര് റുത്തുബ. റെഡിയാണോ സ്റ്റേക്ക് കഴിക്കാൻ? ഓക്കെ. സോ യു ഹാവ് നൈസ് ബ്യൂട്ടിഫുൾ സ്കോച്ച്. ഓക്കെ. വെച്ചോ. ഫോട്ടോഷൂട്ടിന് പേടിച്ചാണ്. അത് കുഴപ്പമില്ല, അത് പേടിക്കണ്ട. നല്ല തിളങ്ങി നിൽക്കുന്നു. ഫോട്ടോഗ്രാഫർ അല്ലേ? രണ്ട് പേരായിരുന്നു. ചെറിയൊരു ചിമിച്ചൂരി ഫീൽ വേണമെങ്കിൽ യു ക്യാൻ ആഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് ലെമൺ ഓൺലി ഇഫ് യു വോണ്ട്. അമ്മ സ്റ്റേക്ക് കഴിക്കണ്ട? പിള്ളേർക്ക് എന്താ വേണ്ട? ഓക്കെ, ഒരു മിനിറ്റ്. ഗോൾഡൻ നീ കഴിക്കണ്ട? Medium well. Of course. Try. ഇതിൽ കുറച്ച് ഈ പ്ലേറ്റിൽ സോസ് ഉണ്ട്. ആ ഫാറ്റുള്ള ഈ പീസ് ട്രൈ ചെയ്ത് നോക്കിക്കേ. ഇതെങ്ങനെയല്ലേ നമ്മളുണ്ടാക്കുന്ന ടേസ്റ്റ് ഒന്നും കിട്ടില്ലല്ലോ. ഞാൻ വെറുതെ ഇങ്ങനെ ആക്കി കാണിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചേ. ഒരുമിച്ച് കമ്പയർ ചെയ്യല്ലേ, ഇതൊരു വേറെ ലെവല്. നോ സ്കിൽസ് ജസ്റ്റ് കം ലൈക്ക് ദാറ്റ്. ഇപ്പൊ നീ എന്ത് ജോലി ചെയ്യണേ? അപ്പൊ IT ഒരു പണി നീ എന്നോട് പറഞ്ഞ കിക്ക് ചെയ്യാൻ പറ്റില്ല. അത് നീ അതിൽ മാസ്റ്റർ അല്ലേ? വീഡിയോ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇങ്ങനത്തെ ടേസ്റ്റ് കിട്ടുന്നു. അത് കണ്ടിന്യൂസ് നമ്മളെ ഇതൊരു യജ്ഞാണ്, യജ്ഞം. എങ്ങനെയെങ്കിലും അവന് ഇന്നൊന്ന് കുറച്ച് കാണിക്കണം. നീ മതിയെ കാൾ കുടിച്ച് മുഴുവൻ തുപ്പിയേ. Hands down. This is too good. The steak is so good. നിങ്ങളിപ്പോൾ കണ്ട ബർഗറും കൂടി, ബർഗറിൽ നമ്മൾ കുറച്ച് മയണൈസും മീറ്റും ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒരു സാധനവും ഇല്ല. ഓക്കെ, നൗ യു ട്രൈ ദിസ് ബർഗർ. Yeah, try. Yeah. Dici.
So cool, no? എന്താണ് മാം? കൂടെ ഗോൾഡ് അപ്രീഷിയേറ്റ് ചെയ്യാറില്ല. മുറ്റത്തെ മുള്ളിക്ക് മണല്ലാന്നാ. You're so lucky, eh? വെരി ലക്കി. Man. അപ്പൊ നിങ്ങൾ ഞാൻ എന്റെ റോ ഫിഷ് കൂടി കഴിക്കണം, ബാക്കിയായി മിസ്സായി. പിന്നെ എന്റെ പോർക്ക് റോസ്റ്റും ഒരു റെസ്റ്റോറന്റും കൂടി തുടങ്ങും. No. വേണ്ട. അപ്പൊ സ്റ്റാൻഡേർഡ് ഡ്രോപ്പ് ആയി. This is exquisite. ആ. Exquisite ആയിട്ടുള്ള ഇത് കഴിക്കുന്നവർക്ക് ഇവിടെ വരണം. Yeah. Yeah. അങ്ങനെയാണ് ഇവിടെ ആൾക്കാർക്ക് ഒന്ന് കൂട്ടാ. നവീനേട്ടാ. ആൾക്കാർ ഇവിടെ ക്യൂ നിൽക്ക്. ഗോൾഡ് ബീഫ് ഉണ്ട്, അവർക്ക് വേണോ? ബീഫ് പോർക്ക് ഉണ്ട് അവർക്ക്. മുട്ട മതിയാ? How is the steak so juicy? ഞാൻ സ്ക്രാമ്പിൾ ഞാൻ തരാം, അവര് കഴിക്കില്ല ചീസ്. That's how you know. എന്താ ബീഫിൽ കളഞ്ഞിട്ടുണ്ടാവില്ല ആ ഒരു റോ ടേസ്റ്റ്. ചീസി ഓംലെറ്റ് കഴിച്ചായിരുന്നല്ലേ അവര്? കഴിച്ചാ? ഓ എങ്ങനെയുണ്ട്? ശരിക്കും ഇഷ്ടപ്പെട്ടു? Man, it's so good, bro. So yummy. ഗോൾഡേ കഴിച്ചോ, സ്റ്റേക്ക് കഴിച്ചോ. ഞാൻ ഒരു ബർഗർ ഉണ്ടാക്കാം എനിക്ക്. ആ അപ്പൊ നമ്മളൊന്ന് എന്തൊക്കെയാ കഴിച്ചേ? നൂഡിൽസ്, ക്വസ്റ്റ്യൻസ് കഴിക്കും. Okay, yeah. Fire. എന്തൊക്കെയായിരുന്നു? നൂഡിൽസ്, പോർക്ക് കേസരിയ, ജ്യൂസി സ്റ്റേക്ക്, ബർഗർ, നൂഡിൽസ്, Beef patty ജ്യൂസി and the cocktail. and the boom bang cocktail. Okay. Special cocktail. ശരിക്കും First ഇഷ്ടപ്പെട്ടു? ones to try. അപ്പൊ ശരിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ പുള്ളി guys. Thank you so much. must അതിന്റെ ബാക്കി ഇനി വരും, പിന്നെ വരും. But yeah, must try cocktail guys. It's lovely, yeah. ഇനി അത് കഴിഞ്ഞ് ഇവിടുന്ന് ലഞ്ച് കഴിച്ച് പോകുമ്പോ $1000 ബില്ലുണ്ട് കേട്ടോ. അതുകൂടെ പറയണം. Baby, deal with it. Cash എടുത്തിട്ടുണ്ടോ? But you liked it, right? But yeah. Beautiful. Thanks for coming. Thanks for visiting us. Thank you so much for feeding. All the way from Australia, and thank you very much. Thank you so much for having us. Yeah. With your patience as well and with your love, we can see that. Thank you so much, guys. No problem. Cheers. Cheers. Boom bang. Boom bang. Boom bang. Ha! Bye. No. You don't need to say it. Thanks for coming. Bye. എന്താ കുടുംബം പ്രാർത്ഥനയാണോ? ആ പൂച്ച വരണ വഴിക്ക് എന്തോ തടഞ്ഞുട്ടോ, അവിടെ നിന്നു. എന്നെ കണ്ടപ്പോൾ ഇങ്ങോട്ട് വന്നതാ. ഞാൻ അപ്പം നന്നെ വിളിക്കാൻ വേണ്ടി ഇരുന്നോന്നല്ല. ആര് കേറുണ്ടാ? ആ എന്തപ്പോ വരണ വഴിക്ക് ഒരു പെയിന്റിങ് കുപ്പി. അയ്യോ ഞാന് ഇച്ചിരി തുണി മടക്കാനുണ്ട്. എനിക്കൊരു പൂർണ്ണത കിട്ടൂല ഉറക്കം. ഇവരെ എണീക്കുവേ. എന്താ കൈ അടിച്ചാ? ജോബിന്റെ കൈ അടിച്ചു കൂടെ തിരിച്ചതാ. എൻ്റെ മുട്ടാടി നമുക്ക് ഉറങ്ങാ, പോയിട്ട് ഉറങ്ങാ. ബുംബാങ്ക ജനക്ക് ബാമുട്ട ഡിം ഡാം പുട്ട അണക്ക് ഡാം മട്ട. പോവാ നമുക്ക് സ്ലീപ്പ് ചെയ്യാം. നമുക്ക് സ്ലീപ്പ് ചെയ്യാ. എന്താ കുണ്ടിക്കുള്ള പാൻറ് ഇറക്ക്. പാൻസ് എന്താ ആൻസ്? അമ്മേ മോനെ മാമാ അരി മാമാ ലാളി ലാളി ലാളിലം ലാളി ലാളി ലാളിലം ലാളി ലാളി ലാളിലം ലാളി ലാളി ലാളിലം 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 ലാളി ലാളിലം.
ലം 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 ലംബള ലംബള ലംബലം ഡംബള ഡംബള ഡംബളം ഡാടേ തൊണ്ടയിലെ വെള്ളം വറ്റി വറ്റി ഉറങ്ങാൻ പോവാ. എല്ലാവർക്കും മൂന്ന് ഒരു കുട്ടിപ്പ തത്തിട്ട് ഇത്ര നേരം എന്റെ കൂട്ടത്തില് പുഷപ്പ് ചെയ്യാന്നിട്ട് ഇവിടെ കിടന്നിട്ട് അത് തന്നെ മുട്ടടാ മുട്ടടി രണ്ടാളുണ്ട് ഇതിനുള്ളിൽ നിന്നാലേ പറ്റുള്ളോ. ചെയ്തോ ഒടുക്കത്ത പുഷപ്പ്. ഓക്കെ കമോൺ കമോൺ ഗുരുവാണ് രശ്മി. ഉമ്മ നിലത്ത് ഉമ്മ കൊടുക്കാന്ന് വിചാരിക്കണേ. ഉമ്മ കമോൺ രശ്മിട്ടാ. കമോൺ കമോൺ രശ്മി. ഗുഡ് വൺ. ഇതുപോലെയായിരുന്നു പ്രിങ്ങു ചെറുപ്പത്തിൽ ഇതുപോലെയായിരുന്നു. നൗ ലുക്ക് അറ്റ് ഹർ, വെരി ലൈഫി. ഇതൊക്കെ ഒടുക്കത്ത ഇന്റെ അച്ഛമ്മ ഭയങ്കരമാണ് എക്സസൈസ് അല്ലേ അച്ഛമ്മ? ഓ മൂക്ക് പിടിച്ചു. ഗുഡ് വൺ രശ്മേ. താങ്ക് യു. ബോ ജാപ്പനീസാ. ഷിൻഷേ ഏറെ ആദ്യം വെച്ചപ്പോ ഇവിടെ ചുണ്ടിടിച്ചു. കുട്ടിരു ഞാൻ നിലത്ത് ഉമ്മ വയ്ക്കാന്നാ. അപ്പോഴേക്കും പണി കഴിഞ്ഞ സൈഡിൽ കയറി നിന്നു കുരങ്ങ്. നോക്ക്, ഇന്ന് ഞങ്ങളുടെ ഫേവറേറ്റ് ഡിന്നറാണ് കേട്ടോ. എന്താണ്? മൊട്ട മാമു. ഗുഡ് ഗേൾ ഏറ, ഗുഡ് ഗേൾ രശ്മേ, ഗുഡ് ഗേൾ ഏറ. ഡിൻട്ട. അത് തുപ്പി. ഇപ്പം എല്ലാ ദിവസത്തെയും കളിയാട്ടോ കൊണ്ട് നിലത്തേക്ക് എടുക്കണം, 3 പീസാക്കണം, ഒറ്റയ്ക്ക് തിന്നണം. എന്നാൽ പിന്നെ നിനക്ക് നിലത്ത് വെച്ച് കൊടുത്താൽ പോലെ ഹായ് നോക്കിയിട്ട് പാമ്പിന് തല്ലിക്കൊന്ന് നോക്കണ പോലെ നോക്കണം കേട്ടോ. ഒറ്റ അടിച്ച് 2 പീസാക്കുക, എന്നിട്ട് അതിന് പറിച്ച് തന്നെ പുതിയ പരിപാടിയാണ്. അതെ, അപ്പോൾ ആദ്യം അങ്ങോട്ട് വെച്ചത് കാണാനില്ലേ? എന്നിട്ട് ഒരു അരി എടുത്ത് വെച്ച് തൻ്റെ ഇടം ആദ്യമേ ഉണ്ട് പിന്നത്തിൽ. അതിപ്പോൾ പുതിയ പരിപാടിയാണ്. മര്യാദയ്ക്ക് തിന്നേരുന്നതാ. ഇപ്പോൾ എല്ലാം ഞാൻ അവിടെ വെച്ചു കൊടുത്താൽ മതി. കൊള്ളേ ഇവിടെ ചുറ്റും ഒരു മറ്റേ ടാർപ്പായ ഉണ്ടെങ്കിൽ വിരിച്ചു കൊടുക്ക്. അത് കഴിയും. നോ അപ്പൊ തുപ്പി. നീ എന്തിനാ വായിൽ വെച്ച് കൊടുക്കണേ? കൊള്ളേ നിലത്ത് വെച്ച് കൊടുക്ക്. നീ അത് സാരില്ല. ഇതിപ്പോൾ വായിൽ വെച്ചിട്ട് വരണ വഴിക്ക് വേറെ പോണ്ട്. അത് കുറച്ചും കൂടി ചെറുത് വെച്ച് കൊടുക്ക്. അത് പോയതൊക്കെ പറക്കി തിന്നുണ്ട്. 1 മണി കളയുന്നില്ല. ഞാനൊന്ന് അടിക്കും. കുറച്ചുകൂടി ഇതാന്ന് തോന്നുന്നു. പ്രൈമറി മറ്റേ പ്രൈമേറ്റ്സ് പ്രിമിറ്റീവ് ലിവിങ് അല്ലേ കൊള്ളേ? ഫുഡിനെ നിലത്ത് എടുത്ത് അടിച്ച് കൊന്ന് എന്നിട്ട് തിന്നുള്ളോ? ആഹാ നിനക്ക് വേണ്ട ഇങ്ങോട്ട് കിട്ടിയേ. ഗുഡ് ഗേൾ ഏരാ, ഗുഡ് ഗേ. എന്താ ചിരി? അപ്പോൾ ഗുഡ് ഗേളിൻ്റെ ഉണ്ട പോയി തപ്പി എടുക്കണ്ട് പേടിച്ചിട്ട്. ഒക്കെ സ്ലോ മോഷനിലാട്ടോ കൊള്ളേ. അല്ല ദേ ഇതും പുറത്തേക്ക് വരുന്നുണ്ട്. അവളവിടെ കാട്ടിയല്ലോ. അപ്പോൾ പിന്നെ ഇനി അത് ഇവിടെ വെച്ച് ഇനി അതേപോലെ തന്നെ 2 ആക്കി ദേ അത് കാണിച്ചു കൊടുക്കുന്ന ആളുണ്ട് അവിടെ. ഒരാൾ, ഒരു ഏഷ്ണി, എല്ലാത്തിൻ്റെയും ഗുരു. അതായത് നാനാ ജാതിയിലുള്ള ഗുരുത്വങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണവൻ. കണ്ടില്ലേ? ഇതൊക്കെ ഇടയ്ക്ക് മാന്തി കടിക്കുന്നുണ്ട് ഇട്ടേ. എല്ലാം തിന്നുണ്ട്. ലേശം മുഖത്തും മൂക്കിലും കണ്ണിലും വെച്ച് തയ്ച്ചിട്ടുണ്ടെന്ന് മാത്രം. ഇതേ നിങ്ങൾ വേണമെങ്കിൽ ക്ലോസപ്പ് കണ്ടോ ചേട്ടാ ഞങ്ങളുടെ അച്ഛമ്മനെ. ഇത് കഴിയുമ്പോൾ നേരെ സ്വിമ്മിംഗ് പൂളോ അല്ല ബാത്ത് ടബോ ഉണ്ടെങ്കിൽ ഇറക്കിക്കോ. നമ്മുടെ ഇന്നത്തെ ഡിന്നർ ആസ് യൂഷ്വൽ മിൻസ് ബീഫ്. ഇതാ ബീഫിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ഫാറ്റാണ് കേട്ടോ. നത്തിങ് വിയേർഡ്. എനിക്ക് ഒരു കോഴിമുട്ട വേണം. നാളെ ഹോളിഡേക്കുള്ള ലഞ്ച് ഉണ്ട് ഇതിൽ. ദമ്പിക്കോണം ഇത്ര ഒരു പ്രിഫർ ചീസ്. ഐഫോളസ് റെഡി എടി. അച്ഛമ്മ അവിടെ നടക്കണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചോട്ടാ. അല്ല മുനിയാണ്ടി അവിടെ നടക്കുക. ഇവിടെ ഫുള്ള് നോക്കിയാൽ ഇവിടെ വന്നിട്ട് മെതിച്ചു. അവളുടെ മെസ്സ് ക്ലീൻ ചെയ്യില്ലാണ് ഇവിടെ എനിക്ക് എല്ലാ ദിവസവും പണി. എടാ അച്ഛമ്മ
ഏഷ്മേ കറണ്ട് കമ്പി നിന്നിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട് കേട്ടാ താഴെ കണ്ടാ. അതാണ് ഞങ്ങളുടെ ഈറമ്മ. തൊട്ട് നോക്കാനായിട്ട് കേബിള്. ഓ എന്താ ഇപ്പൊ ജിജ്ഞാസ നോക്കിയേ. അമ്മ അവരവിടെ ഇരിക്കുമ്പോൾ നമുക്ക് പതുക്കെ ഡിന്നർ കഴിച്ചാലോ? ഇവിടെ ഫുള്ള് ഇനി പോരും, ഇപ്പൊ വരും, ഒരു നിമിഷം വേണ്ട. എന്നിട്ട് ഇന്നലെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുക. വരണ്ട കേട്ടാ, കണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുക, എന്നിട്ട് എയറത് അടച്ചിടുക. ഇതിങ്ങനെ അടച്ചിട്ടിട്ട് എപ്പോഴാണോ ഇതിൻ്റെ ഉള്ളിൽ പെടണേ? ഇനി ലോക്ക് പിടിക്കുന്നത്. ചിരിക്കണ്ടട്ടാ, കിട്ടണ നിനക്ക് കാണുമ്പോ പേടിയാ വീണേ. വന്നു ഹെൽപ്പ് ചെയ്യാൻ. ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കരുത് പ്ലീസ്. എന്ത് വന്നോട്ടേ ഗോൾഡേ. ഞങ്ങൾക്ക് നിന്റെ കഴിഞ്ഞില്ലേ, പോയിട്ട് ഉറങ്ങിക്കോ. ഇനി ഞങ്ങൾക്ക് കഴിക്കണം കേട്ടാ. പീക്കപ്പ് 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 ഇതൊക്കെ ഇറക്കി കഴിക്കേ. ഞങ്ങൾ കുടിക്കണത് തന്നെയത്, ഞാൻ കുടിക്കണതല്ല. ഓ അപ്പഴേക്ക് നുണഞ്ഞു. ഒരു കിണ്ണം ചോറ് കയറ്റുള്ളല്ലോ. എന്നിട്ടാ അവള് പിക്കപ്പ് വിളിക്കണ. ആ താങ്ക് യു ഏട്ടാ. എച്ചമ്മനെ ഹെൽപ്പ് ചെയ്യണ്ട കേട്ടാ. ആ നീ കഴിക്കാൻ പോവാ? അപ്പൊ നീ എന്റെ കൂട്ടത്തിൽ കഴിക്കണില്ല? മുട്ട ഇട്ടത് ഞാൻ താറാവോ? സൈഡിൽ മുട്ടയിടാൻ പത്തായോ? ഇന്ന് പീക്കബു ഇപ്പൊ അവള് ചീത്ത പറഞ്ഞ അവളോട് റിമോട്ട് പുറകിൽ നിന്ന് എടുക്കാൻ പറഞ്ഞപ്പോ അവളെന്നെ തെറി വിളിച്ചാണേ. എന്നിട്ട് ഇപ്പൊ ചിപ്സിന്റെ ഒച്ച കേട്ടപ്പോ അവള് പാനി. നീ ഡിന്നർ കഴിഞ്ഞിട്ട് പോയാളാ? നോ, അവള് പറഞ്ഞെന്താ അവൾക്ക് ഫ്രൈഡ് റൈസ് മതിയായി എന്ന് പറഞ്ഞിട്ട് പോയാളാ. മോൻ ഇതാ കഴിക്കണെന്ന് നമുക്കറിയോ? ശരി, എന്ത് കഴിക്കണെന്ന് പറഞ്ഞാൽ എന്താ? അവളുടെ ഡിന്നർ കഴിഞ്ഞില്ലേ? ദിസ് ഈസ് ഓൾസോ ഡിന്നർ. നോ, നീ കഴിച്ചിട്ട് പോക്കോ. അവള് കഴിച്ചു കഴിഞ്ഞല്ലേ? ആണോ? കഴിക്കുന്നില്ലേ? ഇതിപ്പോ എനിക്ക് ലഞ്ച്. എടി നീ എന്നാ ബൂംബാങ് പറഞ്ഞു പോക്കോ. പിങ്ങ ആ എന്നാ പോണ്ട, നീ വന്നോ, നാളെ വിളിച്ചാ മതി. ലഞ്ചിനും കൂടെ തികയില്ലല്ലോ ഇത്. ഒടിമീൻ ലഞ്ചിന് തികയില്ല. മോൻ ഇപ്പൊ തിന്നില്ലേ? മോൻ തിന്നണില്ലേ ഇത്? സ്റ്റേക്ക് കുക്ക് ചെയ്ത് തന്നെ. വേണ്ട, ഞാൻ നാളെ രാവിലെ മുട്ടയും മുഴുങ്ങി തരാം. അയ്യോ വേണ്ടേ, ഞാൻ മുട്ട ഇന്ന് പുഴുങ്ങും. നല്ല ചൂട്. പക്ഷേ ഭാഗ്യം ഞാൻ തിന്നാൻ. ഞാൻ വിചാരിച്ചു നീ പിണങ്ങിപ്പോയിന്ന്. അവള് പിണങ്ങും പക്ഷെ പോവില്ല. അപ്പോൾ പിണങ്ങും പക്ഷെ പോവില്ല. നാളെ ഇനി ഉണ്ടല്ലോ. നാളെ വയറുവേന എടുത്തിട്ട് കരഞ്ഞാ കിട്ടും നിൽക്കണ്ടെന്ന്. ഇഞ്ഞപ്പോ തുടച്ചു കിട്ട അവിടെ വിളിച്ചു പോയിങ്ങ. അല്ലെങ്കിൽ പ്ലേറ്റ് എടുത്തോ? എവിടെ വീണ്? ആളിങ്ങനെ മലക്കേ എങ്ങനെ ഓർമ്മയില്ല? കയ്യിലുള്ള അച്ചമ്മ അച്ചമ്മ ഡാട എന്തിനാടാ? ഒടിമീൻ ഡാടാ. പാത്രം കഴിക്കിട്ട് പോണത് ഉപകാരത്തിനേക്കാളും അധികം ഉപദ്രവാ. ഇവിടെ ഒരു വെള്ളച്ചാട്ടം നടത്തും. നായാഗര ഇവിടെ അങ്ങോട്ട് വിരിയേ സ്വിമ്മിങ് പൂൾ. യുനോ അതെ. ആ വീട് പൊളിക്കുന്നേക്കാളും മുന്നേ പടക്കിട്ടാ വാതിലേക്ക് അതിൻ്റെ ഉള്ളിൽ അച്ഛമ്മ ഇങ്ങനെ നിൽക്കണേ. എന്റെ പിങ്ങു കൈ ഒരു അലമാരയുടെ ഉള്ളില് തല കുളിച്ചോ? ഇതിനകത്തൂടെ തല ഇട്ടിട്ട് പോയി കിട്ടാ. ഞാൻ പറഞ്ഞത് അതിൻ്റെ ഉള്ളിൽ കൊണ്ട് കൈ ഇട്ടിട്ട് അതുപോലെ തന്നെ കണ്ടില്ലേ? ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ? രണ്ടാളുണ്ടേ. ഇനി എടുത്തിട്ട് വരാം. ഓക്കെ ഗൈസ്, സോ ദാറ്റ്സ് ഇറ്റ് പ്രിറ്റി മച്ച് ഫോർ ദ ഡേ. ഇന്ന് എക്സൈറ്റിംഗ് ആയിട്ട് എന്തുണ്ടായിരുന്നു വെച്ചാൽ മെയിനായിട്ട് ഇവിടെ നമ്മുടെ ഓസ്ട്രേലിയൻ വിസിറ്റേഴ്സ് ആയിരുന്നു. ആൻഡ് പ്രിറ്റി മച്ച് കാം ആൻഡ് ക്വയറ്റ് ഡേ. സ്റ്റേ ഇൻ ഹൗസ് ടുഡേ, നത്തിങ് മച്ച്. ഓക്കെ പ്രിങ്ങുവിൻ്റെ സ്കൂൾ അടച്ചിട്ട് തുറക്കാണ് നാളെ. ആൻഡ് ദേ ഓൾ ഗോയിങ് ടു സ്കൂൾ. ഐ എം ഗോയിങ് ബി അലോൺ, ഹോം അലോൺ. അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തോടെ കാണാൻ പോകുന്നതായിരിക്കും. ബൈ ഫോർ നൗ, ബൈ ബൈ.
എന്താ കാലൊക്കെ ഇട്ട് വിറപ്പിക്കുക. അത് മനസ്സിലായി കേട്ടാ, ഇങ്ങനെയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരാളുടെ കൈ താന്നാ ആ ഇല്ല അവിടെ അങ്ങനത്തെ പവർ കിട്ടും.